പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ചിന്തിക്കാൻ നമുക്ക് ലഭിച്ചിട്ടുള്ള വിഷയമാണ് പരിശുദ്ധ മാതാവിനെ സ്നേഹിക്കുക. ഈശോ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനേകരുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്ന ഒരു ചിന്ത ഇങ്ങനെയാണ്: ഞാൻ പരിശുദ്ധ മാതാവിനെ സ്നേഹിച്ചാൽ ഈശോയ്ക്ക് അത് വിഷമമാകുമോ, ഈശോയെ അത് സങ്കടപ്പെടുത്തുമോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ദൈവവചനപ്രകാരം ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു ആത്മീയ സത്യമാണ്. ഈശോയിലേക്ക് നമ്മെ നയിക്കുന്നതിൽ ആനന്ദിക്കുന്നവളാണ് പരിശുദ്ധ മാതാവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയിലേക്ക് വരുന്നവർ മാതാവിനോട് അടുക്കുന്നതും മാതാവിലേക്ക് വരുന്നവർ ഈശോയിലേക്ക് എത്തുന്നതും ദൈവീകമായ ഒരു ക്രമീകരണമാണ്. ഇതിനെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. പരിശുദ്ധ ദൈവമാതാവിനോട് മധ്യസ്ഥം വിളിച്ച് അപേക്ഷിക്കുക ഒരുപാട് പേർക്ക് ദൈവം കൊടുത്തിരിക്കുന്നൊരു കൃപയാണ്. പരിശുദ്ധ മാതാവേ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കും ഒരു ഞെരുക്കത്തിൽ. പരിശുദ്ധ മാതാവ് ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധ മാതാവ് ദൈവസന്നിധിയിൽ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ യേശു ക്രിസ്തുവിലൂടെ ചൊരിയപ്പെടുന്ന അനുഭവം ഇന്ന് കേരളക്കരയിൽ ലഭ്യമായ അസംഖ്യം ദൈവമക്കളുണ്ട്. ഒരു അനുഭവം നമുക്കിന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജിഷ. ഞാൻ എൻ്റെ മകന് വേണ്ടി സാക്ഷ്യം പറയാനാണ് വന്നത്. ഞങ്ങൾ അട്ടപ്പാടിയിൽ വന്നത് ഒരു തോട്ടം നോക്കാനായിട്ടാണ്. 1 വർഷമായുള്ളൂ ഞങ്ങൾ വന്നിട്ട്. എൻ്റെ മകൻ കഴിഞ്ഞ ഏപ്രിൽ 18-നാണ് ഇവിടെ വന്നത്. ആദ്യമായിട്ട് വെക്കേഷന് വേണ്ടി വന്നതാണ്, പപ്പേനെ കാണാനായിട്ട് വന്നതാണ്. ഏപ്രിൽ 18 ഒരു വ്യാഴാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച അട്ടപ്പാടിയിൽ ധ്യാനവും കൂടി ഞായറാഴ്ച തിരിച്ചു പോകാൻ വേണ്ടി വന്നതാണ്. വ്യാഴാഴ്ച വെളുപ്പ്, വെള്ളിയാഴ്ച ഇങ്ങോട്ട് ധ്യാനത്തിന് പോരാനുള്ള വ്യാഴാഴ്ച വെളുപ്പിന് 4:30 എൻ്റെ കൊച്ചിൻ്റെ ചെവിയിൽ കട്ടിവഴയെന്ന് പറഞ്ഞ പാമ്പ്, ക്രേറ്റിനെത്തിപ്പെട്ട പാമ്പ് അവൻ്റെ ചെവി കടിച്ചിട്ട് അവൻ ആൻറ്റീനെ വിളിച്ചു. തൊട്ട് കട്ടിലേൽ ആൻറ്റിയെ കിടന്നു. ആൻറ്റി എന്നെ എന്തോ കടിച്ചു എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ചെവിക്കിടെ ഇങ്ങനെ ബ്ലഡ് ഒഴുകുക. നോക്കിയപ്പോൾ പാമ്പ് പിന്നെയും പാഞ്ഞു വരും എൻ്റെ കൊച്ചി കിടക്കണോടത്തിലേക്ക്. ഞങ്ങളൊന്നും നോക്കിയില്ല, അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു. 1/2 മണിക്കൂർ കഴിയട്ടെ, ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ആദ്യം ചെക്ക് ചെയ്തപ്പോൾ വിഷമൊന്നും കണ്ടില്ല. രണ്ടാമത് ചെക്ക് ചെയ്യാൻ 15 മിനിറ്റ് ആയപ്പോഴത്തേനും കൊച്ചിന് ശ്വാസം മുട്ട് വന്നു. അപ്പോൾ പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു വിഷം കയറിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. 1/2 മണിക്കൂർ നേരം കഴിയുന്നതിനും അവൻ്റെ നാക്കും മരച്ചു, എല്ലാം അബോധാവസ്ഥയിലേക്കായി കൊച്ച്. അപ്പോൾ ഞാനും ബോധം കെട്ടുപോയി. ചുറ്റും ഉണ്ടായിരുന്നവരോട് 1/2 മണിക്കൂർ ആവണേന് മുമ്പ് കാർഡിയാക്ക് അറസ്റ്റ് വന്നു. അവൻ മരിച്ചു. മോണിറ്ററൊക്കെ എല്ലാം നിശ്ചലമായി. ഡോക്ടർ ഇങ്ങനെ കൈ കൂപ്പി വന്ന് പറഞ്ഞു,
ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ചെയ്യാവുന്നെല്ലാം ചെയ്തു. ആള് പോയി എന്ന് പറയാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോൾ ഞാൻ എൻ്റെ കുരുക്കഴിക്കണ മാതാവെ എൻ്റെ കൊച്ചിനെ അവിടെ സമർപ്പിച്ചേക്കാം. അവൻ്റെ പപ്പായ്ക്ക് വയ്യാത്ത ഒരാളാ. പപ്പയും പറഞ്ഞു ഞങ്ങൾ സെഹിയോൻ മല മുട്ടുകുത്തിച്ച് എൻ്റെ കൊച്ചിനെയും കൊണ്ട് കയറ്റിയേക്കാം. ലാസറിനെ ഉയർപ്പിച്ച് ദൈവമേ എൻ്റെ കൊച്ചിനെ ഉയർപ്പിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൊച്ചിന് കാർഡിയാക്ക് അറസ്റ്റ് വന്ന് മരിച്ചു എന്ന് പറഞ്ഞ കൊച്ചിന് ഒറ്റ ഒരു കുതിപ്പുണ്ടായി. ആ കുതിപ്പേൽ അവർ ട്രീറ്റ് ചെയ്ത് പെട്ടെന്ന് 1/2 മണിക്കൂറിനുള്ളിൽ കോവയിൽ മെഡിക്കൽ സെൻ്ററിൽ എത്തിക്കാം. അവിടെ ട്രീറ്റ്മെൻറ്റ് ചിലവ് കൂടുതലാണ്. അപ്പോൾ 1/2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അവിടെ എത്തിക്കണം. 55 കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന്. 1/2 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അവിടെ എത്തിച്ചു. 2-ാം ദിവസമായപ്പോഴത്തേന് എൻ്റെ കൊച്ചിന് ചെറിയൊരു അനക്കം വെച്ചു. 3-ാം ദിവസം എൻ്റെ കൊച്ചിനെ അവിടുന്ന് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. 5-ാം ദിവസം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. ഡോക്ടർ ഇന്നലെ ഞങ്ങൾ അടുത്ത 15 ദിവസം കഴിഞ്ഞുള്ള ചെക്കപ്പും കഴിഞ്ഞ് ഇന്നലെ ഡോക്ടർ ഞങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുക, ശരിക്കും ഒരു മിറക്കിളാണ് സംഭവിച്ചത്. ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചതാണ്. ഇന്നും അവൻ ജീവിക്കുന്നു. ഇവിടെ മരിച്ച കൊച്ചാണ് എൻ്റെ, മരിച്ചതാവും. എല്ലാം 0 ആയി. എല്ലാം ഇങ്ങനെ ആളിങ്ങനെ മറിഞ്ഞു പോയി. ഒരനക്കവും ഇല്ല. മരിച്ച ആളാണ്. മറിഞ്ഞ് ഈ ഒരനക്കമില്ലായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ ഇതൊക്കെ കാണിക്കുന്ന കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അതെല്ലാം നിശ്ചലായി. എല്ലാം 0 ആയി. എല്ലാം മോണിറ്റർ എല്ലാം 0 ആയി. അപ്പൊ മെഡിക്കൽ സയൻസ് അറിയാവുന്ന ഡോക്ടർമാർക്ക് കാര്യം ഇപ്പോഴും ഡോക്ടർക്ക് അത്ഭുതം. ഇന്നലെയും ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഒരു മിറക്കിളാണ്. മരിച്ച ആളിതാ വീണ്ടും വന്നിരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോഴും അവന്റെ കൂടെ കാലയിൽ കടിച്ചൊക്കെ ആള് അവിടെ മെഡിക്കൽ ഐസിയുണ്ട്. അവരിപ്പോഴും ഡിസ്ചാർജ് ആയിട്ടില്ല. ചെവി കടിച്ച് ഇവൻ ഇപ്പോഴും നല്ല മിടുക്കനായിട്ടിരിക്കണു. ഇന്നലെയും ഡോക്ടർ ഞങ്ങളുടെ കയ്യെ പിടിച്ചിട്ട് ഹൃദയ സ്തംഭനവും കാർഡിയാക്ക് അറസ്റ്റ് വന്നു. ഒന്നുമില്ലായിരുന്നു. മരിച്ചു അവൻ. ബോഡി എല്ലാം നീല കളറായി. ഒരനക്കവും ഇല്ല. പെട്ടെന്ന് ഒരു ആ സമയത്ത് ഡോക്ടർ വന്ന് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്ത് വിവരം പറയുമ്പോൾ ഇവർ ഒറ്റ നിലവിളിയാണ്. പെട്ടെന്ന് ഇവർക്ക് ഈശോ ഈ മല കാണിച്ചു. സെഹ്യോൻ മല കയറിയേക്കാം. അപ്പൊ ഇവര് പറഞ്ഞു മാതാവിന്റെ അടുത്ത് സമർപ്പിച്ചേക്കാം. ആ കുരുക്കുകൾ അഴിക്കുന്ന മാതാവിൻ്റെ അടുത്ത് എൻ്റെ കുട്ടിയെ ഞാൻ കൊണ്ടുവന്ന് ഇവിടുന്ന് മുട്ടുമേൽ നീന്തി ദൈവപിതാവേ മാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദി പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേ ഒരു ശ്വാസം അങ്ങോട്ട് തിരിച്ചു വന്നു. അപ്പോഴേക്ക് ഡോക്ടർമാർ പെട്ടെന്ന് ബാക്കി അത്രയും വലിയ ഹോസ്പിറ്റലിലുള്ള ഈ പാമ്പ് കടിച്ച് 4-ാമത്തെ ആളെയാണ് കൊണ്ടുചെല്ലണേ. അതാരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല. ക്രേറ്റ് എന്ന് പറഞ്ഞ പാമ്പ് കടിച്ച് പ്രത്യേക വിഷമുള്ള അവയവത്തിന് ഒരു മുടക്കം വരാതെ ആരെയും കിട്ടിയിട്ടില്ല. പക്ഷെ ഒരവയവത്തിനും ഒരു മുടക്കവും ഇല്ല. ഒരു സ്ഥലത്ത് പോലും ഒരു മുടക്കവും തമ്പുരാൻ തന്നില്ല. ഹാർട്ട് അറ്റാക്ക് വന്ന് നിശ്ചലായി കിടക്കുന്ന സമയത്ത് വീണ്ടും തന്നെ ശ്വാസം വരിക. എല്ലാം കഴിഞ്ഞു. വെറുതെ ഇങ്ങനെ മലച്ച് ഞങ്ങൾ മരിച്ചു. ഡോക്ടർ ഇങ്ങനെ കൈ കൂപ്പിക്കൊണ്ട് വന്ന് പറയും എല്ലാം കഴിഞ്ഞു, ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയും. ഒറ്റ ഒരു കൊതം ഒരു പൊങ്ങി ഇങ്ങനെ അങ്ങ് ഈശോ ആ ഒരൊറ്റ നിലവിളി അത്ഭുതമായിട്ട് മാറി. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരു പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ആരെങ്കിലും ചുറ്റുവട്ടത്തൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ വേഗം കുടുംബം ഒരുമിച്ച് സമൂഹത്തോട് ചേർന്ന് നിന്ന് വചനം കേൾക്കാനും ദൈവത്തെ ആരാധിക്കാനും ഒരുങ്ങുക. ജീവിക്കുന്നവനായ യേശുവിനെയാണ് നാം ആരാധിക്കുന്നത്. നാം ജീവിക്കുന്നവനായ യേശുവിനെ ആരാധിക്കുമ്പോൾ മാലാഖമാർ, അതുപോലെ തന്നെ പരിശുദ്ധ മാതാവ്, വിശുദ്ധന്മാർ, സ്വർഗവാസികൾ, സ്വർഗീയമായ സർവ്വ സന്നാഹങ്ങളും കർത്താവിനെ കുമ്പിട്ട് ആരാധിക്കുന്ന സമയമാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സിസ്റ്റർ നഥാലിയ എന്ന സിസ്റ്ററിന് ഈശോ ഒരിക്കലും ഒരു വെളിപ്പെടുത്തൽ കൊടുത്തു. ആ വെളിപ്പെടുത്തലിൽ ഞാൻ വായിക്കുന്ന ഇങ്ങനെയാണ്. ഈശോ പറയാണ്, എൻ്റെ കുഞ്ഞെ, നീ വലിയ ദുഃഖത്തിൽ അകപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ, നീ എന്തിനെക്കുറിച്ചെങ്കിലും ആശയക്കുഴപ്പത്തിലാണെങ്കിൽ, നിന്റെ മനസ്സ് വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ക്ഷീണിച്ച് തളർന്ന് ശക്തിയേറ്റ അവസ്ഥയിലാണെങ്കിൽ, ആത്മവിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി യേശുവേ 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 എന്ന് ഉച്ചത്തിൽ വിളിക്കുക. അപ്പോൾ മാലാഖമാരും വിശുദ്ധരും എൻ്റെ വിമല മാതാവും എല്ലാവരും എൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് പ്രണമിച്ച് എന്നെ ആരാധിക്കും. ആ സമയത്ത് നരകം അടയ്ക്കപ്പെടും. കാരണം നരകവും ദൈവത്തിൻ്റെ ശക്തിക്ക് കീഴിലാണ്. അതിന് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. എൻ്റെ നാമത്തിനു മുമ്പിൽ അത് കുമ്പിടും. സാത്താൻ ഇടിമിന്നൽ പോലെ നിബദിക്കും.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പോൾ യേശുവിനെ ആരാധിക്കുന്ന സമയമാണ്. നല്ല കരങ്ങൾ ഉയർത്തി നന്നായിട്ട് തീഷ്ണതയോടെ കർത്താവിനെ ആരാധിക്കണം. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുവേ, 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 യേശുവേ ഉറക്കെ വിളിച്ച് സ്തുതിക്കുന്നു. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. എല്ലാ മഹത്വം യേശുവിന്, എല്ലാ സ്തുതികളും യേശുവിന്, എല്ലാ പുകഴ്ച യേശുവിന്, സർവ്വ ആരാധനയും ജീവിക്കുന്നവനായ യേശുവിന് മാത്രം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ, കൈയടിച്ച് ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. കൈ ഉയർത്തി കൈയടിച്ച് മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഓ യേശുവേ, തകർന്ന ഹൃദയങ്ങളെ സമർപ്പിക്കുന്നു. ബിറ്റർ എക്സ്പീരിയൻസ്, കൈപ്പേറിയ അനുഭവങ്ങളുടെ കടന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. നിരാശ ബാധിച്ച ആത്മാക്കളെ സമർപ്പിക്കുന്നു. തളർന്ന മനസ്സുകളെ സമർപ്പിക്കുന്നു. ഒരു ഇഞ്ച് മുന്നോട്ട് നിങ്ങൾ നിവൃത്തിയില്ലാത്ത അവസ്ഥയിരിക്കുന്നു സമർപ്പിക്കുന്നു. ഇപ്പോൾ പുതുജീവൻ പകരണമേ. ഗ്ലോറി, ഗ്ലോറി. മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീ അല്ലയോ. നനച്ചതുമേറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. മഹത്വത്തിന്റെ രാജാവ് യേശുവിന്. മഹത്വം മഹത്വം യേശു. കൈ ഉയർത്തി കൈയടിച്ച് ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. മഹത്വം മഹത്വം യേശുവിന്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ക്ഷീണങ്ങൾ മാറട്ടെ. ഓ സ്വർഗശക്തി, ക്ഷീണത്തിലേക്ക് കർത്താവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ ആവസിക്കട്ടെ. തളർന്ന ഹൃദയങ്ങളിലേക്ക് കർത്താവിന്റെ ദിവ്യശക്തി ഇപ്പോൾ ആവസിക്കട്ടെ. അവിശ്വാസ പീഡകളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എല്ലാ നിഷേധ ചിന്തകളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ദൈവമായ കർത്താവിനോടും പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളോടും മല്ലടിക്കുന്ന മത്സരത്തിന്റെ അരുവികളെ നസ്രായന്റെ നാമത്തിൽ ശാസിക്കുന്നു. ദുഷ്ടപിശാചേ, ഇപ്പോൾ വിട്ടുപോവുക. ആരാധന, കൃപ നിറയട്ടെ, അനുസരണം നിറയട്ടെ, സ്നേഹം നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, സമാധാനം നിറയട്ടെ, സൗഖ്യം നിറയട്ടെ, ആത്മീയ ആനന്ദം ഉണ്ടാകട്ടെ, വചനത്തിനുവേണ്ടി ഹൃദയം തുറക്കപ്പെടട്ടെ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നി ഈ ഒരു വചന ശുശ്രൂഷ നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് കുടുംബങ്ങളിരുന്ന് വചനം കേൾക്കുകയാണ്. നിങ്ങളെ ഞാൻ ഉത്ബോധിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ വചനം കേൾക്കുന്നവർ നാളെയും മറ്റന്നാളുമായിട്ട് ഇതുവരെ അഭിഷേകത്തിന് കാണുകയും കേൾക്കുകയും ചെയ്യാത്ത ഒരു 2 പേരോട് പുതിയതായിട്ട് നിങ്ങൾ സുവിശേഷ വില ചെയ്ത് അഭിഷേകത്തിനെ കുറിച്ച് പറയാൻ ഞാൻ ഈശോയുടെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ സുവിശേഷ വില ചെയ്യുന്നതിൻ്റെ അനുഗ്രഹം സ്വർഗത്തിൽ നിങ്ങൾക്ക് കർത്താവ് തരും. ഒരു 2 പേരോട് പുതുതായിട്ട് പറയുക. ദൈവവചനം കേൾക്കാൻ ഞായറാഴ്ച 8:30 ഷാലോം ചാനലിൽ അഭിഷേകത്തിനുണ്ട്. അതിൽ ശ്രദ്ധിക്കണം. കർത്താവ് വിളിക്കുന്നു. നിങ്ങൾ ധൈര്യമായിട്ട് പറയുക. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വഴി പുതിയ 2 പേര് വചനം കേൾക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുമ്പോൾ അത് ഈശോയെ ദുഃഖിപ്പിക്കുമോ? നാം ഈശോയെ സ്നേഹിക്കുമ്പോൾ അത് പരിശുദ്ധ അമ്മയെ ദുഃഖിപ്പിക്കുമോ? ഇത് പല ആളുകളുടെയും മനസ്സിലുള്ള ഒരു വേദനയാണ്. ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുകയാണ്.
ഹംഗറിയിൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജീവിച്ചിരുന്ന സിസ്റ്റർ നഥാലിയയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ട് ഒരു ദർശനം കൊടുത്തു. അപ്പോൾ സിസ്റ്റർ നഥാലിയ അനേക നാളുകളായി ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിരുന്ന ഒരു സംശയം ഈശോയോട് ചോദിച്ചു. ആ ചോദ്യം ഇങ്ങനെയാണ്: ഈശോയെ, എനിക്ക് അങ്ങയുടെ അമ്മയോട് വലിയ സ്നേഹമാണ്, സ്വർഗീയ മാതാവിനോട് എനിക്ക് വലിയ സ്നേഹവും ഭക്തിയുമാണ്. എന്നാൽ എൻ്റെ ഈ സ്നേഹം ഞാൻ അങ്ങയെ സ്നേഹിച്ചാൽ അത് അങ്ങയുടെ മാതാവിനെ വ്രണപ്പെടുത്തുമോ, ദുഃഖിപ്പിക്കുമോ? പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിസ്റ്റർ നഥാലിയയ്ക്ക് യേശുവിനോട് ഭയങ്കര സ്നേഹവും ഭയങ്കരമായൊരു തുറവിയാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ മാതാവിനോട് സ്നേഹവും തുറവിയുണ്ട്. മാതാവിനോട് ഭയങ്കര ഭക്തിയുണ്ട്. അതാണ് അതിൻ്റെ രീതി. പരിശുദ്ധ മാതാവിനോട് ആർക്കെല്ലാം ഭക്തിയുണ്ടോ അവരെ പരിശുദ്ധ മാതാവ് യേശുവിലേക്ക് കൊണ്ടുവരും. ആ ആത്മാവിനെ പരിശുദ്ധ മാതാവ് യേശുവിൽ എത്തിച്ചിരിക്കും. ആ ആത്മാവിനെ പരിശുദ്ധ മാതാവ് നിത്യജീവനിലേക്ക് എത്തിച്ചിരിക്കും. ആ ആത്മാവിനെ പരിശുദ്ധ മാതാവ് നിത്യരക്ഷയുടെ തുറമുഖത്തേക്ക് അടുപ്പിച്ചിരിക്കും. എന്നാൽ നഥാലിയ സിസ്റ്ററിൻ്റെ ഉള്ളിൽ ഒരു സംശയം: ഈശോ, എനിക്ക് മാതാവിനോട് വലിയ ഭക്തിയും സ്നേഹവുമാണ്. ഞാൻ അങ്ങയുടെ അടുത്ത് വന്ന് കൂടുതൽ പ്രാർത്ഥിച്ചാൽ അത് മാതാവിനെ ദുഃഖിപ്പിക്കുമോ? മറിച്ചും ഞാൻ മാതാവിനെ സ്നേഹിച്ചാൽ അത് ഈശോയെ ദുഃഖിപ്പിക്കുമോ? ഞാൻ ഈശോയെ സ്നേഹിച്ചാൽ അത് മാതാവിനെ ദുഃഖിപ്പിക്കുമോ? ഇത് ഒരു സംശയമാണ്. ഉടനെ ഈശോ സിസ്റ്റർ നഥാലിയോട് പറയുന്ന ഒരു മറുപടിയുണ്ട്. ഈശോ പുഞ്ചിരിച്ചു. എന്നിട്ട് പറയുകയാണ്: എൻ്റെ വിമല മാതാവിന് ആനന്ദം പകരാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് പറയുക. നീ ഓരോ തവണ എന്നെ സ്നേഹിക്കുമ്പോൾ എൻ്റെ അമ്മ ആനന്ദിക്കുന്നു. നാം ഓരോ തവണ ഈശോയെ സ്നേഹിക്കുമ്പോൾ പരിശുദ്ധ മാതാവിൽ സ്നേഹവും ആനന്ദവും കൂട്ടുന്നു. പരിശുദ്ധ മാതാവിന് നമ്മളോട് അകൽച്ചയല്ല. ഈശോയെ സ്നേഹിക്കുന്ന എല്ലാവരോടും പരിശുദ്ധ മാതാവിന് വലിയ സ്നേഹവും ആദരവുമാണ്. അതുപോലെ പരിശുദ്ധ മാതാവിനെ സ്നേഹിക്കുന്നവരോട് ഈശോയ്ക്കും അടുപ്പവും സ്നേഹമാണ്. പരിശുദ്ധ മാതാവിനെ നമ്മൾ സ്നേഹിക്കും തോറും ഈശോയ്ക്ക് നമ്മളുള്ള സ്നേഹവും ആദരവും കൂടുന്നു, വാത്സല്യം കൂടുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെറുപ്പം തൊട്ട് എനിക്ക് യേശുവേ 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 എന്ന് വിളിക്കുന്നത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. യേശുവിനെ പ്രഘോഷിക്കുക, യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കുക, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. പക്ഷേ ഞാൻ കാണുന്ന പ്രത്യേകത, ഞാൻ യേശുവിനെ കൂടുതൽ കൂടുതൽ ആഞ്ഞു പുലുകും തോറും എൻ്റെ ഹൃദയം പരിശുദ്ധ മാതാവിനോടുള്ള സ്നേഹം കൊണ്ട് നിറയുകയാണ്. എൻ്റെ ഹൃദയത്തിൽ അമ്മയോട് പ്രാർത്ഥിക്കാൻ ആഗ്രഹം കൂടിക്കൂടി വരികയാണ്. അത് വേറെ ആരും നിർബന്ധിച്ചിട്ടോ ടൈം ടേബിൾ ഉള്ളതുകൊണ്ടോ നിയമം ഉള്ളതുകൊണ്ടല്ല. ഒരാളും എന്നെ അതിന് ടൈം ടേബിൾ വെക്കുകയോ നിയമം കൊണ്ട് നിർബന്ധിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ നൈസർഗികമായ ഒരു ആകർഷണം എന്നെ വലയം ചെയ്യുകയാണ്. മാതാവിനോട് പ്രാർത്ഥിക്കണം, മാതാവിൻ്റെ അരികിലേക്ക് പോകണം, മാതാവിൻ്റെ ആ ഒരു കൂടുതൽ മാതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കണം. ഒരാഗ്രഹം എൻ്റെ ഉള്ളിലേക്ക് ഈശോ നിക്ഷേപിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. മാതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 46 തൊട്ട് 48 വരെയുള്ള വചനങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. Gospel according to St. Luke chapter 1 verses 46 to 48. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. പരിശുദ്ധ അമ്മയുടെ എളിമ, അതാണ് ബൈബിൾ പ്രൊജക്റ്റ് ചെയ്യുന്ന വലിയ ഒരു ഗുണവിശേഷം. എന്താണ് പരിശുദ്ധ അമ്മയുടെ എളിമയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം? സിസ്റ്റർ നഥാലിയയുടെ പുസ്തകത്തിൽ ഒരു രംഗം വിവരിക്കുന്നുണ്ട്. ഒരു ദിവസം സിസ്റ്റർ നഥാലിയ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പാപിയായ മനുഷ്യൻ യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നതും ആ വ്യക്തിയുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നതും ആ വ്യക്തി നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതും സിസ്റ്റർ നഥാലിയയ്ക്ക് ഈശോ കാണിച്ചു കൊടുത്തു. അപ്പോൾ സിസ്റ്റർ നഥാലിയയ്ക്ക് ആനന്ദമുണ്ടായി. അങ്ങനെ ആനന്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ നഥാലിയ
വലിയ ഒരു ആക്രോശം കേട്ടു. ആ രംഗമാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ വായിക്കുന്ന ഇങ്ങനെയാണ്: ലൂസിഫർ ഈശോയോട് അട്ടഹസിച്ച് പറഞ്ഞു, ഇത് നീതിയല്ല. ഈ ആത്മാവ് ജീവിതകാലം മുഴുവൻ പാപം ചെയ്ത് എൻ്റേതായിരുന്നു. എത്രയോ അധികം പാപം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു പാപം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും അങ്ങ് എനിക്ക് വേണ്ടി നരകം സൃഷ്ടിച്ചു. ലൂസിഫർ ആക്രോശിക്കുകയാണ്. ഞാൻ ഒരു പാപം മാത്രമേ ചെയ്തിട്ടുള്ളൂ, പക്ഷേ അങ്ങ് എനിക്ക് വേണ്ടി നരകം സൃഷ്ടിച്ചു. എന്നെ നിത്യ നരകത്തിൻ്റെ ഇരുൾക്കുഴികളിലേക്ക് തള്ളി. എന്നാൽ ഈ ആത്മാവ് ജീവിതകാലം മുഴുവൻ പാപം ചെയ്തിരുന്നു. യേശുവേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ക്ഷമിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഇത് നീതിയല്ല എന്ന് ലൂസിഫർ ആക്രോശിച്ചു. അപ്പോൾ ഈശോ നിസ്സീമമായ സ്നേഹത്തോടെ പിശാചിനോട് പറഞ്ഞു, ലൂസിഫർ, നീ എന്നെങ്കിലും എന്നോട് മാപ്പ് ചോദിച്ചിട്ടുണ്ടോ? ലൂസിഫറിന് എളിമയുണ്ടോ? എന്നെങ്കിലും ഒരിക്കലെങ്കിലും ലൂസിഫറെ, നീ ഒന്ന് മാപ്പ് ചോദിച്ചിട്ടുണ്ട്, നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് ഈശോ ലൂസിഫറിനോട് പറഞ്ഞു. ഉടനെ പ്രത്യക്ഷത്തിൽ തന്നോട് തന്നെ ലൂസിഫർ അലറിക്കൊണ്ട് പറഞ്ഞു, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, അത് ഞാൻ ഒരിക്കലും ചെയ്യുകയുമില്ല. ഇതാണ് ലൂസിഫറിൻ്റെ സ്വഭാവം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മിൽ പലരും ഒരുപക്ഷെ ഇങ്ങനെയുള്ള സ്വഭാവത്തിന് അടിമയാണെങ്കിൽ ഈ സമയം തന്നെ മക്കളെ അനുതപിക്കുക. ലൂസിഫർ അപ്പം തന്നെ ആക്രോശം, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയുമില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ സോറി പറയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈശോ എൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, കണ്ടോ, അവൻ എന്നോട് ഒരൊറ്റ പ്രാവശ്യമെങ്കിലും തൻ്റെ തെറ്റിനെക്കുറിച്ച് അനുതപിച്ച് മാപ്പ് ചോദിച്ചിരുന്നെങ്കിൽ പിന്നെ നരകമുണ്ടാകുമായിരുന്നില്ല. ഈ കാരണം കൊണ്ടാണ് പാപങ്ങളെ പ്രതി നിരന്തരം പശ്ചാത്തപിക്കണമെന്നും പ്രായശ്ചിത്ത പ്രവൃത്തികളിൽ വ്യാപരിക്കണമെന്നും ഞാൻ ഉത്ബോധിപ്പിക്കുന്നത്. നാം നിത്യരക്ഷ കൈവരിക്കുന്നതിന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി എത്രമാത്രം അവിടുന്ന് സഹിച്ചു എന്ന് ചിന്തിച്ച് നാം എളിമപ്പെടണം, പശ്ചാത്തപിക്കണം, മാപ്പ് ചോദിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇവിടെ ഞാൻ ചിന്തിക്കുന്ന കാര്യം ലൂസിഫറും പരിശുദ്ധ മാതാവും തമ്മിലുള്ള ഡിഫറൻസാണ്. ലൂസിഫർ അഹംഭാവത്തിൻ്റെ അങ്ങേ അറ്റത്ത് ഉയർന്നു നിൽക്കുകയാണ്. ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ മുമ്പിൽ അവന് ഒരു സെക്കൻഡ് ഒന്ന് എളിമപ്പെടാൻ, ഒന്ന് മാപ്പ് ചോദിക്കാൻ, ഒന്ന് താഴാൻ അവനെ അഹങ്കാരം സമ്മതിക്കുന്നില്ല. അവിടെ ഈശോയ്ക്ക് ദൈവികമായി ഒന്നും അവിടെ ഇല്ല, ഒരു തരി പോലും ദൈവികമായി ഇല്ലാത്തൊരവസ്ഥ. എന്നാൽ മാതാവിൻ്റെ സ്ഥിതി എന്താണ്? മാതാവ് പറയാണ്, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ, ഇല്ലായ്മ, താഴ്മ, എളിമ, വിനീതാവസ്ഥ, തൻ്റെ താഴ്മയെ തൃക്കൺ പാർത്ത് ഇഷ്ടത്തോടെ നോക്കി. എൻ്റെ അർത്ഥം എന്താ? എവിടെയാണോ കൂടുതൽ എളിമ, അവിടെയാണ് കൂടുതൽ സ്നേഹം ഈശോ ചൊരിയുന്നത്, അവിടെയാണ് ഈശോ കൂടുതൽ വസിക്കുന്നത്. അപ്പം ഈശോ തന്നെ നേരിട്ട് പോയി താമസിക്കാൻ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ എളിമയുള്ള സ്ഥലം നോക്കി. അത് പരിശുദ്ധ മാതാവിൻ്റെ ഹൃദയമായിരുന്നു, അത് പരിശുദ്ധ മാതാവിൻ്റെ ജീവിതമായിരുന്നു. ഇതാണ് പരിശുദ്ധ മാതാവിനെ മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്ന ഒരു സംഗതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യധികമായ എളിമ. ആ കാര്യം തന്നെ മാതാവ് ഏറ്റു പറഞ്ഞു. എന്താണ് എൻ്റെ ദൈവം എന്നെ കടാക്ഷിക്കാൻ കാരണം എന്ന് മാതാവിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ മാതാവിൻ്റെ മറ്റൊരു സവിശേഷത ഞാൻ കാണുന്നത് ഈ ദൈവത്തോടുള്ള സ്നേഹമാണ്. എൻ്റെ ദൈവത്തെ മാത്രം നനച്ചിരിക്കുക, ദൈവവിചാരം കൊണ്ട് മാത്രം ജീവിക്കുക. അതുകൊണ്ടാണ് അത്രമാത്രം അപമാനങ്ങളും നിന്ദനങ്ങളും വന്നപ്പം ഒരൊറ്റ സെൻറ്റൻസ് പോലും നെഗറ്റീവ് കാര്യം പറഞ്ഞ് പാപം ചെയ്തിട്ടില്ല.
ദൈവവിചാരത്തോടെ അതെല്ലാം സഹിച്ച്, ദൈവസ്നേഹത്തിൽ അതെല്ലാം സഹിച്ച്. സിസ്റ്റർ നഥാലിയുടെ ഈ പുസ്തകത്തിൽ മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്: എവിടെയെല്ലാം ഞാൻ സ്നേഹിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഞാൻ ഇഷ്ടത്തോടെ വന്ന് വസിക്കുന്നു. സമാധാനവും ശാന്തിയും ആനന്ദവും ആത്മാക്കളിലേക്ക് നിറയുന്നു. എവിടെയെല്ലാം ഞാൻ സ്നേഹിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഞാൻ ഇഷ്ടത്തോടെ വസിക്കുന്നു. പരിശുദ്ധ മാതാവ് ഈ ലോകത്തിലെ എല്ലാ സൃഷ്ടികളേക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് സ്വർഗം തന്നെ താണിറങ്ങി വന്ന് മാതാവിൽ വാസം കൊണ്ടു. സ്വർഗത്തെ വഹിക്കുന്നവളായി മാതാവ് മാറി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ നിങ്ങൾ എത്രമാത്രം എളിമപ്പെടുന്നുവോ അത്രമാത്രം ദൈവസാന്നിധ്യം കൊണ്ട് നിറയും. ഞാൻ നിങ്ങൾ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നുവോ, എവിടെയെല്ലാം ഞാൻ സ്നേഹിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഞാൻ ഇറങ്ങി വന്ന് വസിക്കുന്നു, ഇഷ്ടത്തോടെ വസിക്കുന്നു. സീറോ മലബാർ കുർബാനയിൽ ഒരു പ്രാർത്ഥനയുണ്ട്: വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ. സ്നേഹിക്കപ്പെടുന്ന സ്ഥലത്ത് ഇഷ്ടത്തോടെ വന്ന് വസിക്കുന്ന ബലവാനും അമർത്യനുമായ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ ഈ രണ്ട് ഗുണങ്ങൾ എന്നെ വല്ലാതെ സ്പർശിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നാം പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുമ്പോൾ ഈശോ ആനന്ദിക്കുന്നു. ഈശോയെ സ്നേഹിക്കുമ്പോൾ പരിശുദ്ധ അമ്മ സന്തോഷിച്ച് ആഹ്ലാദിച്ച് നമ്മളെ കൂടുതൽ കൂടുതൽ ദൈവസ്നേഹത്തിന് പാത്രീബോധരാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് മാതാവിനോട് നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവകൃപ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിക്കപ്പെടുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജപമാല ചൊല്ലാത്ത കുടുംബങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുക: എനിക്കൊരു ജപമാല ചൊല്ലണം, മാതാവിനെ കുറിച്ച് അറിയണം, ബൈബിളിൽ മാതാവിനെ കുറിച്ച് പഠിക്കണം, ജപമാല ചൊല്ലണം. ഒരു പന്തക്കുസ്ത വലിയൊരു പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞത് ഓർക്കുന്നുണ്ട്: നിങ്ങൾ കത്തോലിക്കർ ദിവസവും 15 മിനിറ്റെങ്കിലും, കൊന്ത ചെല്ലുന്നവരാണെങ്കിൽ ദിവസവും 15 മിനിറ്റെങ്കിലും യേശുവിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച്, മിസ്റ്ററികളെക്കുറിച്ച് ധ്യാനിക്കുന്നു. കാരണം കൊന്തയിലെ ഓരോ രഹസ്യങ്ങളും യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ധ്യാനമാണ്. ജപമാലയിലെ ഓരോ രഹസ്യങ്ങളും യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ധ്യാനമാണ്. അത് യേശുവിൻ്റെ വചനങ്ങളെക്കുറിച്ചുള്ള ധ്യാനമാണ്. പന്തക്കുസ്ത പാസ്റ്റർ പറയുകയാണ്: ജപമാല ചൊല്ലുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 15 മിനിറ്റെങ്കിലും യേശുവിൻ്റെ വചനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നു, യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മയോട് കൂടുതൽ സ്നേഹത്തോടെ തരണമേ. അകന്നുപോയ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. എല്ലാ ആത്മാക്കളെയും ഈശോയിലേക്ക് നയിക്കണമേ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ആരാധന സമയത്ത് മുട്ടുകൊത്തി നിന്ന് യേശുവേ റിയലായ എളിമ, ഹ്യൂമിലിറ്റി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. റിയലായി അങ്ങയെ സ്നേഹിക്കാൻ, അങ്ങയുള്ള സ്നേഹം നിക്ഷേപിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. പരിശുദ്ധ അമ്മ ഈ സമയം നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മാലാഖമാരും വിശുദ്ധരും സ്വർഗവാസികളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു: യേശുവേ.
യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു.